Shizu's Kids World, a complete kids channel. Subscribe and support our channel. കമ്പ്യൂട്ടറിന്റെ ചരിത്രം. കണക്കുകൂട്ടലിൽ നിന്ന് കളിചിരിയിലേക്ക്. കൂട്ടുകാരെ, നമ്മൾ സ്കൂളിലും വീട്ടിലുമെല്ലാം കമ്പ്യൂട്ടർ കാണാറില്ലേ? ഗെയിം കളിക്കാനും ചിത്രം വരയ്ക്കാനും പഠിക്കാനുമെല്ലാം കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയുമോ? പണ്ട് കാലത്ത് ആളുകൾ വലിയ വലിയ കണക്കുകൾ കൂട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അവിടെ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന ആശയം പിറന്നത്. ആദ്യകാല കമ്പ്യൂട്ടറുകൾ അഥവാ വലിയ യന്ത്രങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല. വലിയ മുറികളോളം വലുപ്പമുള്ള യന്ത്രങ്ങളായിരുന്നു അവ. ENIAC എന്നായിരുന്നു ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകളിൽ ഒന്നിൻ്റെ പേര്. അതൊരുപാട് വൈദ്യുതി ഉപയോഗിച്ചിരുന്നു. നമ്മൾക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ അന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് ഭാരവും വലിപ്പവുമായിരുന്നു. അവ വലിയ കണക്കുകൾ കൂട്ടാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഗെയിം കളിക്കാനോ സിനിമ കാണാനോ ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. വലിയ ഒരു മാറ്റം, ട്രാൻസിസ്റ്ററുകൾ. പിന്നീട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടെ കമ്പ്യൂട്ടറുകൾക്ക് വലിയ മാറ്റം വന്നു. ഈ ചെറിയ ഉപകരണങ്ങൾ കാരണം കമ്പ്യൂട്ടറുകൾക്ക് ചെറുതാകാനും കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാനും കുറവ് വൈദ്യുതി ഉപയോഗിക്കാനും കഴിഞ്ഞു. അങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ മുറികളിൽ നിന്ന് മേശപ്പുറത്തേക്ക് എത്തിയത്. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ അഥവാ PC-യുടെ വരവ്. 1970കളിലും 80കളിലുമാണ് നമ്മൾക്ക് സ്വന്തമായി വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വ്യാപകമായത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ പുതിയ കമ്പ്യൂട്ടറുകളും അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകളും ഉണ്ടാക്കുവാൻ തുടങ്ങി. അന്ന് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ കുറച്ച് പഠിക്കേണ്ടിയിരുന്നു. പക്ഷേ ആളുകൾക്കിത് വളരെ ഉപകാരപ്രദമായി തോന്നി. ഇൻ്റർനെറ്റും പുതിയ ലോകവും. പിന്നീട് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി കമ്പ്യൂട്ടറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിവരങ്ങളും കമ്പ്യൂട്ടറുകളിലൂടെ നമുക്ക് കിട്ടാൻ തുടങ്ങി. ഇമെയിൽ അയക്കാനും വെബ്സൈറ്റുകൾ കാണാനും പഠനാവശ്യങ്ങൾക്കും കമ്പ്യൂട്ടർ ഒരു പ്രധാന ഉപകരണമായി മാറി. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയെല്ലാം കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. ഇവയെല്ലാം വളരെ ചെറുതും വേഗതയേറിയതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവയുമാണ്. അങ്ങനെ വലിയ യന്ത്രങ്ങളിൽ നിന്ന് തുടങ്ങി ഇൻ്റർനെറ്റിലൂടെ പുതിയ ലോകം തുറന്നു തന്ന ഒരു വലിയ യാത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം. ഇനിയും ഒരുപാട് പുതിയ കാര്യങ്ങൾ വരാനുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. കമ്പ്യൂട്ടറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ.